നേരറിയാൻ നേരത്തെ അറിയാൻ എന്ന പരസ്യവാചകവുമായി എത്തുന്ന ദേശാഭിമാനിക്ക് നേരം വെളുത്തിട്ടില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 80 ലക്ഷം നിക്ഷേപിച്ച സാബു എന്ന വ്യാപാരി തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് പോലും 1 രൂപ പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി എത്തിയപ്പോഴാണ് ബാങ്കിന്റെ കോണിപ്പടിയിൽ തൂങ്ങി മരിച്ചത്. എന്നാൽ ദേശാഭിമാനി വാർത്ത നൽകിയത് വ്യാപാരി കെട്ടിടത്തിൽ മരിച്ച നിലയിൽ എന്നാണ്. പണം തിരികെ എടുക്കാൻ ചെന്ന സാബുവിനെ ബാങ്ക് ഉദ്യോഗസ്ഥർ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും സമരത്തിലാണ്. ഈ ബാങ്ക് ഭരിക്കുന്നത് LDF ഭരണസമിതിയാണ്. CPMന്റെ നേതാക്കളുടെ മക്കളെ തിരികെ കയറ്റിയും അനധികൃതമായി കള്ളപ്രമാണങ്ങൾ വെച്ച് ലോൺ തരപ്പെടുത്തിയും CPMന്റെ നേതാക്കൾ തകർത്തതാണ് ഈ ബാങ്ക് എന്നതാണ് നിക്ഷേപകരുടെ ആക്ഷേപം. കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകളും ഇപ്പോൾ ഈ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VN വാസവൻ മിനിസ്റ്റർ വർഷങ്ങൾക്ക് മുൻപ് ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് അഴിമതി കേസിൽ കുടുങ്ങിയ വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. മരിച്ച സാബുവിന് മന്ത്രി അനുശോചനം അറിയിച്ചത് തന്നെ വലിയ കാര്യമെന്ന് പൊതുജനം പറയുന്നു. പിണറായി ഭരണത്തിന് കീഴിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത CPMലെ ബ്രാഞ്ച് ലോക്കൽ നേതാക്കൾ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലൂടെ മറ്റ് മാഫിയ പ്രവർത്തനങ്ങളിലൂടെയും വലിയ മുതലാളിമാരാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനുണ്ടായ പാർട്ടിയിൽ നേതാക്കന്മാരെല്ലാവരും വലിയ മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.